ആളുകൾക്കോ സാധ്യമല്ല സാധ്യമല്ല എന്നാണ് ഞങ്ങൾ പറയുന്നത്. മനസ്സിലാക്കേണ്ടതുണ്ട്, മുസ്ലിം സമുദായത്തിലെ ഓരോന്നിനെ പടിയടച്ച് പിണ്ഡം വെച്ച് മാറ്റി ശവസംസ്കാരം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നാട്ടില് അബ്ദുൽ നാസർ മാദനി എന്ന ഒരു മനുഷ്യനുണ്ടായിരുന്നു. അദ്ദേഹത്തെ അറിയോ നിങ്ങൾക്ക്? ആരും കേട്ടിട്ടുണ്ടോ ഇപ്പോൾ അബ്ദുൽ നാസർ മാദനിയെ? എന്താ ചെയ്തത്? പിടിച്ചു കൊണ്ടുപോയി വെളിച്ചം കാണാൻ അകത്തിട്ടിരിക്കുന്നു. ആരൊക്കെയാണ് ചെയ്തത്? CPM, BJP, കോൺഗ്രസ് പാർട്ടി എല്ലാവരും കൈകോർത്തു നിന്ന് അദ്ദേഹത്തെ നിശബ്ദമാക്കി. എവിടെ പോയി? മഴനീയ വേദിയിൽ താഴടിച്ച് തൊട്ട് തലോടിക്കൊടുത്തിരുന്ന ആളുകളെവിടെയെന്ന് കാണാനുണ്ടോ? ഇല്ല. ഓരോരോ ശബ്ദത്തെയും ഇല്ലാതാക്കാനുള്ള ശ്രമമാണ്. ഓരോന്നിനെയും അവസാനിപ്പിച്ചുകൊണ്ട് ഫിനിഷ് ചെയ്യുമെന്ന് പറയുന്നു പിണറായി വിജയനല്ലേ. നോക്കട്ടെ, വെല്ലുവിളിക്കുന്നു. ഫിനിഷ് ചെയ്യാൻ സാധിക്കുമെങ്കിൽ ഫിനിഷ് ചെയ്തേക്കുക. ഒതുങ്ങി നിന്നുകൊണ്ട് അത്തരം കല്ലുരുട്ടലുകളുടെ മുമ്പിൽ ഒതുങ്ങി നിൽക്കാൻ ഞങ്ങൾ തയ്യാറല്ല, സന്നദ്ധമല്ല. ഈ നാട്ടിലെ ജനങ്ങളെ ഭിന്നിപ്പിച്ചുകൊണ്ട്, രാജ്യത്ത് അസ്ഥിരതയുണ്ടാക്കിക്കൊണ്ട്, ഈ രാജ്യത്തെ ജനങ്ങൾക്കിടയിൽ സ്പർദ്ധ വളർത്തിക്കൊണ്ട് കേവന്മാരാകാമെന്നൊന്നും ആരും നോക്കണ്ട. മുസ്ലിം വിരുദ്ധമല്ല അത്രേ. എണ്ണിപ്പറയാൻ ഒരുപാട് ധാരാളമുണ്ട്. സമയക്കുറവ് കാരണം ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല. നിങ്ങൾക്കറിയുമോ, വെട്ടും കുത്തും കൊലപാതകങ്ങളും അവരുടെ മറ്റാർക്കും വിട്ടുകൊടുക്കാത്ത പാർട്ടി അജണ്ടയായി കൊണ്ടുകൊണ്ട് നടക്കുന്ന CPM കണ്ണൂർ ജില്ലയില് ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ കാലത്ത് തിരുവമ്പായി എന്ന പ്രദേശത്ത്, ആ പ്രദേശത്തെ കുറിച്ച് നമ്മുടെ സഖാക്കൾക്ക്, പിണറായി ഉൾപ്പെടെയുള്ള സഖാക്കൾക്ക് പ്രസംഗിക്കുമ്പോൾ 4 നാക്കാണ്. തിരുവമ്പായി പള്ളിക്ക് കാവൽ നിന്നുകൊണ്ട് സ്വന്തം സഖാവിന്, കുഞ്ഞിരാമൻ എന്ന സഖാവിന് ജീവാർപ്പണം നൽകിയ പ്രസ്ഥാനമാണ് CPM എന്ന് പറയുന്ന. ആ നാട്ടിൽ ഇന്ന് ഒരു മുസ്ലിം യുവാവിന്റെ എന്തിനു വേണ്ടിയെന്നറിയോ? ഒരു മുസ്ലിം ചെറുപ്പക്കാരൻ, ബഷീർ എന്ന ചെറുപ്പക്കാരൻ, ജനാധിപത്യത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടി, CPM-മാർ ചെയ്ത കള്ളവോട്ട് തടയുന്നതിന് വേണ്ടി എണീറ്റ് നിന്ന് ചാലഞ്ച് ചെയ്തപ്പോൾ പിറ്റേ ദിവസം കാല് മാത്രമല്ല 2 കൈയും 2 കൈകാലുകളും വെട്ടി CPM-മാര്. ഇന്ന് യുവാവ് ഇന്ന് ജീവച്ഛവമായി കോഴിക്കോട് മിംസ് ഹോസ്പിറ്റലില് ഒരു കാല് ഛേദിച്ച് കിടക്കുകയാണ്. സുഹൃത്തുക്കളെ, നിങ്ങൾ മനസ്സിലാക്കണം. അവിടെ കൊണ്ട് അവസാനിപ്പിച്ചില്ല. അതേ തിരുവമ്പായില് CPM-ന്റെ സഖാക്കള് തിരുവമ്പായി പള്ളിക്ക് കല്ലെറിഞ്ഞുകൊണ്ട് അവരുടെ പാർട്ടിയുടെ ഇപ്പോഴുള്ള വർഗസ്നേഹം എവിടെയാണെന്ന് കാണിച്ചു കൊടുത്തിരിക്കുന്നു. എന്നിട്ട് നമ്മുടെ മുമ്പിൽ വന്നതുകൊണ്ട് ഉദയനടക്കം പ്രസംഗിക്കുന്നു. വേണോ നിങ്ങൾക്ക് തെളിവുകൾ അധികം? ആരോടാണ് നിങ്ങൾ സംസാരിക്കുന്നത്? ആരെയാണ് നിങ്ങൾ കബളിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്? ആരെയാണ് നിങ്ങൾ വിഡ്ഢിയാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്? കേരളത്തിലെ ജനത പ്രബുദ്ധമാണ്. കേരളത്തിലെ ജനത കാര്യങ്ങൾ തിരിച്ചറിയാൻ കഴിവുള്ളവരാണ്. അവരെയാണോ നിങ്ങൾ ഈ വിധത്തിൽ വിഡ്ഢികളാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്? പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ ഇവിടെ എന്ത് കുറ്റകൃത്യമാണ് ചെയ്തിട്ടുള്ളത്? ഒരു പ്രാദേശിക സംഭവം, തീർത്തും പ്രാദേശികമായ ഒരു സംഭവം. ആ സംഭവത്തിന്റെ പശ്ചാത്തലത്തെ കുറിച്ച് എന്റെ ജനറൽ സെക്രട്ടറി ഇവിടെ വിശദീകരിച്ചു. അത്തരം ഒരു സംഭവത്തിന്റെ പേരിൽ എന്തിനാണ് ഒരു സംഘടനയുടെ ഹെഡ്ക്വാർട്ടേഴ്സിൽ വന്നുകൊണ്ട് റെയ്ഡ് നടത്തുന്നത്? ഒരു സംഘടനയുടെ സംസ്ഥാന നേതാക്കന്മാരെ പിടിച്ച് കേസിൽ പ്രതികളാക്കുന്നത്? കേരളത്തിന് മുമ്പ് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ നിങ്ങൾ? എന്തുകൊണ്ടാണ് മുസ്ലിം സമുദായത്തിനകത്ത് നിന്നുകൊണ്ട് ക്ഷമാപണ സ്വരത്തിൽ സംസാരിക്കാത്ത, ക്ഷമാപണത്തിന്റെ ഭാഷയറിയാത്ത ഒരു കൂട്ടര് വളർന്നു വരുന്നുണ്ട്, ഒരു വിഭാഗം ഉയർന്നു വരുന്നുണ്ട്. ആ വിഭാഗത്തെ ഭയപ്പെടുത്തി കീഴ്പ്പെടുത്തി തങ്ങൾ
വെച്ചു പുലർത്തുന്നത്. സാധ്യമല്ല. കേരളത്തിന്റെ മണ്ണിൽ സാധ്യമല്ല. ഇന്ത്യ രാജ്യത്തും സാധ്യമല്ല. നിങ്ങൾ ഉപയോഗിച്ചു കരിനിയമം. ഇവിടെ സഖാവ് ജയരാജനെതിരെ കരുണാകരൻ താഴെ ഉപയോഗിച്ചപ്പോൾ കരിനിയമെന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പ്രക്ഷോഭം നടത്തിയിട്ടുള്ള സഖാക്കൾ ഇന്ത്യ രാജ്യത്ത് നിലനിൽക്കുന്ന താഴേക്കാൾ ഒട്ടേക്കാൾ ഭീകരമായ കരിനിയമം ഉപയോഗിച്ചുകൊണ്ട് ഇന്ന് UAPA എന്ന് പറയുന്ന കരിനിയമം ഉപയോഗിച്ചുകൊണ്ട് പോപ്പുലർ ഫ്രണ്ടിന്റെ പ്രവർത്തകന്മാർക്കെതിരെ തിരിഞ്ഞിരിക്കുന്നു. കേട്ടില്ലാത്ത വർഗീയ ചേരിതിരിവിന് ഒട്ടും പോലും പോകാത്ത കേരളത്തിന്റെ പോലീസ് സേനയെ കുറിച്ച് ഉള്ള മുഴുവൻ മതിപ്പും നഷ്ടപ്പെടുത്തിക്കൊണ്ട് ഉത്തരേന്ത്യയിലെ PSCയെ പോലെ ഭീകരമായ തോതിൽ മുസ്ലിം ചെറുപ്പക്കാരെ പിടിച്ചുകൊണ്ട് വേട്ടയാടുന്നു. കോൺസെൻട്രേഷൻ ക്യാമ്പുകൾ സ്ഥാപിച്ചുകൊണ്ട്, പ്രത്യേകമായ ക്യാമ്പുകൾ സ്ഥാപിച്ചുകൊണ്ട്, ഇലക്ട്രിക് ഷോക്ക് കൊടുത്തുകൊണ്ട്, ഭീകരമായ തോതിൽ നിയമലംഘനം നടത്തിക്കൊണ്ട് കേസ് തെളിയിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നു. അപ്പോഴും നമ്മുടെ ജേക്കബ് പുന്നൂസ് DGP പറയുന്നത് നമ്മുടെ കേരള പോലീസ് എന്ന് പറഞ്ഞാൽ നാക്കുകൊണ്ടും വാക്കുകൊണ്ടും കുറ്റകൃത്യങ്ങൾ തെളിയിക്കുന്ന, അഥവാ പച്ചവെള്ളം ചവച്ചിറക്കുന്ന ഒരു സാത്വികരായ പോലീസ് സേനയാണ് നമുക്കുള്ളത്. ഒരു ഭാഗത്ത് ഒരു ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥന്റെ കീഴിൽ കുപ്രസിദ്ധനായ സംഘപരിവാര ശക്തികളുടെ ഇഷ്ടതോയനായ, ഇഷ്ടപുത്രനായ, അവർക്കെല്ലാ വിധത്തിലും സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന, അവരുടെ കുറ്റകൃത്യങ്ങളോട് കണ്ണടയ്ക്കുന്ന ഒരു നമ്പർ 1 കുപ്രസിദ്ധനായ നൊട്ടോറിയസ് ആയ ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ നേതൃത്വത്തിൽ ആലുവയിലും പരിസര പ്രദേശങ്ങളിലും ഭീകരമായ തോതിലുള്ള, ഭീതിതമായ തോതിലുള്ള മുസ്ലിം വേട്ടയാണ് നടത്തിയിട്ടുള്ളത്. ഇന്ന് ആ ചെറുപ്പക്കാരിൽ പലരും പുറത്തു വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് ജീവിതമാർഗം കണ്ടെത്താൻ മറ്റു വഴികൾ അന്വേഷിക്കേണ്ടതായിരുന്നു. തൊഴിലെടുക്കുന്ന ചെറുപ്പക്കാരെ, പച്ചയും മാംസവുമുള്ള ചെറുപ്പക്കാരെ ചവിട്ടി അരച്ചിരിക്കുന്നു. അവിടെ നിന്നുകൊണ്ട് മനുഷ്യാവകാശത്തെ കുറിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. എന്തിന്റെ പേരിലാണ്? ഇവിടെ 2 തരം നീതിയാണ് നടപ്പാക്കുന്നത്. 2 തരത്തിലുള്ള പൗരാവകാശ സംരക്ഷണങ്ങളാണോ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കും. 2 രീതിയിലാണ് ഇവിടെയുള്ള പൗരന്മാരെ കണ്ടുകൊണ്ടിരിക്കുന്നത്. മുസ്ലിങ്ങളാണെങ്കിൽ മുൻധാരണയുടെ അടിസ്ഥാനത്തിൽ പേര് പോലും പോലീസ് ഉദ്യോഗസ്ഥൻ മുസ്ലിമാണെങ്കിൽ അവനെപ്പോലും സംശയിക്കുന്ന തരത്തിൽ കേരളത്തിലെ ചരിത്രത്തിൽ ഇന്നേ വരെ ഇല്ലാത്ത വിധം വർഗീയപരമായ ചേരിതിരിവുണ്ടാക്കിയിരിക്കുന്നു. CI മുസ്ലിമാണെങ്കിൽ, SI മുസ്ലിമാണെങ്കിൽ, മുസ്ലിം ചെറുപ്പക്കാരനെ പിടിക്കണമെങ്കിൽ 3ാമത്തെ സ്റ്റേഷനിൽ നിന്ന് ഒരു CIക്ക് പ്രത്യേകം ഡെപ്യൂട്ടേഷൻ കൊടുക്കുകയാണ്, പ്രത്യേകം അസൈൻമെന്റ് കൊടുക്കുകയാണ്. എങ്ങനെയാണ് നമ്മുടെ രാജ്യത്തെ ജനങ്ങൾക്ക് സുരക്ഷിതത്വം നൽകേണ്ട പോലീസ് സേനയില് ഈ വിധത്തിൽ നിങ്ങൾ അവിശ്വാസം വളർത്തിക്കഴിഞ്ഞാൽ ഈ നാടെങ്ങോട്ടാണ് പോകുക? ഇത് പോപ്പുലർ ഫ്രണ്ടിലാണ് ചെയ്യുന്നതല്ലോ. ഇതാരാ ചെയ്യുന്നത്? ഇവിടെയുള്ള അധികാരം കൈയാളുന്ന ആളുകളാണ് ഈ രീതിയിൽ ചെയ്യുന്നത്. ഞങ്ങൾ പറയുന്നു, ഈ രാജ്യത്ത് നിയമവിരുദ്ധ പ്രവർത്തനം നടത്തുന്നുണ്ടെങ്കിൽ അത് ഇവിടെയുള്ള ജനങ്ങളല്ല. നിയമവിരുദ്ധ പ്രവർത്തനം നടത്തുന്നത് ആഭ്യന്തരമന്ത്രി കോടിയേരി ബാലകൃഷ്ണന്റെയും ജേക്കബ് പുന്നൂസിന്റെയും കീഴിലുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരാണ് നിയമവിരുദ്ധ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. നിയമവിരുദ്ധമായ ഇവിടെ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ നിയമത്തോടെ കാലവും സഹകരിച്ചവരാണ്, നിയമത്തോടൊപ്പം നിന്നിട്ടുള്ളവരാണ്, നിയമവാഴ്ചയെ ബഹുമാനിച്ചിട്ടുള്ളവരാണ്. നിങ്ങൾക്കറിയുമോ, ഓരോ ഘട്ടത്തിലും ഈ രാജ്യത്ത് വമ്പിച്ച തോതിലുള്ള വർഗീയ കലാപങ്ങൾക്ക് തിരികൊളുത്താവുന്ന വലിയ
മാറാടിനെ കുറിച്ച് ചർച്ചയുണ്ടാകുന്നില്ല. മുസ്ലിം പക്ഷത്തിന് മുസ്ലിങ്ങളെ കുറിച്ച് വരുമ്പോൾ അതൊരു മറ്റൊരു രീതിയിൽ സംശയത്തിന്റെ മുന വർദ്ധിപ്പിക്കുന്ന രീതിയിലുള്ള പെരുമാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇവിടെ നിന്നുകൊണ്ടാണ് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ പറയുന്നത് ഇവിടെ ഈ നില തുടരാൻ ഇത് നമ്മുടെ നാടിന് അപകടകരമായി, ഈ രാജ്യത്തെ ജനങ്ങളുടെ സ്വൈര്യ ജീവിതത്തിന് അപകടകരമായിരിക്കും. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു കേസിൽ കുറ്റവാളികൾ ആവശ്യമുണ്ടെങ്കിൽ അത് നിങ്ങൾ ശാസ്ത്രീയമായി കണ്ടെത്തിക്കൊണ്ട് തെളിയിക്കുന്നതിനോ അതിനോട് സഹകരിക്കുന്നതിനോടോ ഒരു കാലത്തും പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എതിരല്ല. പക്ഷേ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യക്ക് അതിന്റെ പേരിൽ ഒരു സംഘടനയുടെ പ്രവർത്തന സ്വാതന്ത്ര്യത്തിന് നേരെയാണ് കൈവെക്കുന്നതെങ്കിൽ തീർച്ചയായും അവസാനത്തെ പ്രവർത്തകനെ പിടിച്ചുകൊണ്ടുപോയി കേരളത്തിന്റെ ജയിലിലല്ല, ഇനി ആ കേരളത്തിന്റെ ജയിലറകൾ മതിയാവില്ലെങ്കിൽ ഇന്ത്യ രാജ്യത്തിന്റെ തിഹാർ ജയിലിലേക്ക് കൊണ്ടുപോയാലും അതിനോട് ഞങ്ങൾ കോംപ്രമൈസ് ചെയ്യുന്ന പ്രശ്നമില്ല. അതുകൊണ്ട് ജീവിക്കാനുള്ള അവകാശത്തിന് വേണ്ടി, പ്രവർത്തിക്കാനുള്ള അവകാശത്തിന് വേണ്ടി, ജനാധിപത്യ അവകാശങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടി ഇന്നു മുതൽ ഞങ്ങൾ സമരം തുടങ്ങുകയാണ്. കളമറിയാത്ത സമരത്തിന് തിരികൊളുത്തുകയാണ്. അതുകൊണ്ട് ജനാധിപത്യ മാർഗങ്ങളിലൂടെയുള്ള, ജനാധിപത്യം അനുവദിച്ചു തന്നിട്ടുള്ള മാർഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള സമര പ്രക്ഷോഭങ്ങളിലേക്ക് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ നീങ്ങാൻ നിർബന്ധിതമായി. എന്തുകൊണ്ട് ഞങ്ങൾ ഈ സമരത്തിലേക്ക് ഇറങ്ങുന്നു എന്ന് ഇന്നു മുതൽ ഞങ്ങൾ ജനങ്ങളിൽ വിശദീകരിച്ചു. ജനങ്ങളെ ബോധവൽക്കരിച്ച ശേഷം കേരളത്തിന്റെ ഭരണസിരാകേന്ദ്രങ്ങൾ സ്തംഭിപ്പിക്കുന്നത് ഉൾപ്പെടെയുള്ള ഈ നില തുടരുകയാണെങ്കിൽ കേരളത്തെ പൂർണ്ണമായ അർത്ഥത്തിൽ നിശ്ചലമാക്കുന്നത് വരെയുള്ള സമരമുറകളുമായിട്ട് അതുകൊണ്ട് ജനാധിപത്യ ബോധം